കൂടി പലപ്പോഴും നമ്മൾ ചോദിച്ചു പോവുകയാണ്. നല്ല ആരോഗ്യമുണ്ട് എന്ന് തോന്നിയവർ, നല്ല വ്യായാമം നിരന്തരമായി ചെയ്യുന്നവർ, നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സ്വയം വിലയിരുത്താറുണ്ട്, നമ്മൾ വല്ലാതെ മേലനങ്ങാറില്ല പലരും, അതുകൊണ്ട് നമ്മൾ നിരന്തരമായി വ്യായാമം ചെയ്യണമെന്നൊക്കെ സാധാരണ പറയാറില്ലേ. എന്നാൽ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെയുള്ള ആളുകൾ പോലും അവരുടെ പിക്ചറുകൾ, അവരുടെ ചിത്രങ്ങൾ, ഫോട്ടോകൾ നമ്മുടെ മൊബൈലുകളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്തെന്ന് എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോൾ ഒന്നുകിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെയാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വിദേശികളാണ്, നമ്മളൊക്കെ പ്രവാസികളാണ്. കാലാകാലം ഈ ഒമാനിൽ, ഈ മസ്കറ്റിൽ, വിവിധ ഭാഗങ്ങളിൽ ജീവിക്കാൻ വേണ്ടി വിമാനം കയറിയവരല്ല, മറിച്ച് ഇവിടെ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഏത് സമയത്തെന്നറിയാതെ നാട്ടിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മളൊക്കെ. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തോട് യാത്ര ചോദിച്ച് ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് നമ്മളൊക്കെയും എന്ന കാര്യം ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിഹു ദുനിയാക്കും വഅമലു ലിആഖിറതിക്കും. ഈ ദുനിയാവിലെ ജീവിതം നിങ്ങൾ നന്നാക്കണം, പരലോകത്തിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കണമെന്നതാണ്. ഈ ലോകം വിശ്രമിക്കാനുള്ളതല്ല, മാറിയിരിക്കാനുള്ളതല്ല, സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഐന റാഹ, എവിടെയാണ് ഒരു വിശ്വാസിയുടെ വിശ്രമ കേന്ദ്രം എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫിൽ ജന്നതി. അതെ, വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് നമ്മുടെ ജീവിതം എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അഥവാ അല്ലാഹുവിനെ ആരാധിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കണം. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടാവണം. നമുക്ക് ആരോഗ്യമുണ്ടാവണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. നമ്മുടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം. നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ, നമുക്ക് ജോലി ലഭിക്കണമെങ്കിൽ നാം പഠിക്കണം. അങ്ങനെ പഠിച്ചു പാസ്സാവണം. അഥവാ നാം പഠിക്കുന്നതും, നാം ഭക്ഷണം കഴിക്കുന്നതും, നാം ജോലിയെടുക്കുന്നതും, നാം ജീവിക്കുന്നതും എന്തിനെന്ന ചോദ്യത്തിന് വിശ്വാസിയായ ഒരു മുസ്ലിമിന്റെ ഉത്തരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് എന്നതായിരിക്കണം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളും ഈ സത്യം മറന്നുപോയവരാണ്. എന്തിനാണ് ജീവിതം എന്ന് ചോദിച്ചാൽ അടിച്ചു പൊളിക്കാനാണ്. ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ മറന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നേരം വെളുപ്പിച്ച്, എങ്ങനെയെങ്കിലുമൊക്കെ വീക്കെൻഡുകൾ തകർത്ത് അങ്ങനെ കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇതിൽ പെടേണ്ടവരല്ല. നാം മനസ്സിലാക്കണം, നമ്മൾ മുസ്ലിമീങ്ങളാണ്. എന്താണ് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ഞാൻ മുസ്ലിമാണെന്ന് ആരുടെ മുമ്പിലും അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയുന്നവനായിരിക്കണം ഒരു മുസ്ലിം എന്ന് പറയുന്നവൻ. മുസ്ലിം എന്ന് പറയാൻ മടി കാണിക്കുന്നവനല്ല, മുസ്ലിം എന്ന് പറയാൻ നാണക്കേട് വിചാരിക്കുന്നവനല്ല. പലപ്പോഴും പലരും പറയാറുണ്ട്, എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട്, മറ്റു പല മതങ്ങളിൽപ്പെട്ട കൂട്ടുകാരുണ്ട്, അതുകൊണ്ട് ഞാനൊരു മുസ്ലിം ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചാൽ, മുസ്ലിമിന്റെ വസ്ത്രധാരണ രീതി ഞാൻ സ്വീകരിച്ചാൽ, മുസ്ലിമിന്റെ ഒരു മുസ്ലിമായി കൊണ്ട് ഞാൻ സമൂഹത്തിൽ ജീവിച്ചാൽ അവരൊക്കെ എന്ത് വിചാരിക്കും, അവരൊക്കെ എന്നെ മാറ്റിവെക്കുമോ എന്നൊക്കെ വിചാരിച്ച്, അവർക്കിടയിൽ ഞാൻ ഒറ്റപ്പെടുമോ എന്ന് വിചാരിച്ച് മുസ്ലിമായി ജീവിക്കാൻ ഭയപ്പെടുന്നവരും മുസ്ലിമിന്റെ ഐഡന്റിറ്റി മാറ്റിവെക്കുന്നവരുമുണ്ടെങ്കിൽ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഒരു കല്യാണം വന്നാൽ നിസ്കാരം ഒഴിവാക്കുന്നവരില്ലേ, ഒരു ഗെറ്റ് ടുഗദർ വന്നാൽ നമസ്കാരം ഒഴിവാക്കുന്നവരില്ലേ, അവിടെ ഇസ്ലാമിക രീതി, ഇസ്ലാമിക സംസ്കാരം പാലിക്കാതെ പോകുന്നവരില്ലേ, അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. നിങ്ങൾ പറയണം ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. നിങ്ങൾക്കറിയുമോ, ഏത് സദസ്സിൽ വെച്ചായാലും, ഏത് പ്രത്യേകമായ പ്രോഗ്രാമുകളിൽ വെച്ചായാലും ലോകത്ത് വലിയ വലിയ താരങ്ങൾ, അറിയപ്പെടുന്ന പ്രഗത്ഭരായ ഒട്ടേറെ താരങ്ങൾ
അവരൊക്കെയും മുസ്ലിമാണെന്ന് പറയാൻ മടി കാണിക്കാത്തവരും മുസ്ലിമിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നവരും ഇന്നും നമുക്കിടയിലുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയകളിലൂടെ ഒരു റിപ്പോർട്ട് നമ്മൾ വായിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമോഫോബിയ കുറഞ്ഞു വരികയാണ്, മുൻകാലത്തുള്ളതിനേക്കാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ലിവർപൂൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അതിശക്തമായ രൂപത്തിൽ ഇസ്ലാമോഫോബിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നുണ്ട്. ലിവർപൂൾ എന്ന് പറയുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് അവിടുത്തെ ഒരു ഫുട്ബോൾ ക്ലബ്ബായിരിക്കാം, അവിടുത്തെ ഫുട്ബോൾ ടീമായിരിക്കാം. എന്നാൽ നിങ്ങൾ അറിയണം, എന്തുകൊണ്ടാണ് ലിവർപൂൾ എന്ന പ്രദേശത്ത് ഇസ്ലാമോഫോബിയ ഏറ്റവും കുറഞ്ഞു വരാനുള്ള കാരണമെന്ന് അവിടുത്തെ പഠനം നടത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ പേരാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ നിങ്ങൾക്ക്? മുഹമ്മദ് സലാ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. ആ ഫുട്ബോൾ കളിക്കാരനാണ് ലിവർപൂൾ എന്ന പ്രദേശത്ത്, ഈജിപ്തുകാരനായ ലിവർപൂൾ എന്ന പ്രദേശത്ത് വന്ന് താമസിച്ച് അവിടുത്തെ ക്ലബിൽ ഫുട്ബോൾ അംഗമായി ഒരു ഫുട്ബോൾ കളിക്കാരനായി ലോകത്തറിയപ്പെടുമ്പോഴും ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കുവാനും ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി മാറി നിൽക്കുവാനും ഇസ്ലാമിലേക്ക് കടന്നു വരുവാനും കാരണം ഒരു ചെറുപ്പക്കാരനായ മുഹമ്മദ് സലാഹാണ് എന്ന കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം ലോകത്തറിയപ്പെടുന്ന പ്രഗത്ഭനായ കളിക്കാരനായി മാറുമ്പോഴും അദ്ദേഹം ഇസ്ലാമിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ്. ആർക്കിടയിലും ഏത് പരിശീലന സമയത്തായാലും നമസ്കാരം അദ്ദേഹം ഒഴിവാക്കുന്നില്ല എന്നതാണ്. ഏത് സമയത്തായാലും അദ്ദേഹം ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ്. ആളുകളൊക്കെയും യാത്ര ചെയ്യുമ്പോൾ, ആ ആളുകളൊക്കെയും വെറുതെ ഇരുന്ന് സമയം കളയുമ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ മുഴുകി ഇരിക്കുന്നു എന്നതാണ്. എന്നിട്ട് ആ ലിവർപൂൾ എന്ന പ്രദേശത്തെ തെരുവുകളിൽ അവിടുത്തെ യുവാക്കൾ എഴുതി വെച്ചു എന്നതാണ്, ഞങ്ങൾക്ക് മുഹമ്മദ് സലാഹിനെ ഇഷ്ടമാണ്, ഞങ്ങൾ മുഹമ്മദ് സലാഹിന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു, മുഹമ്മദ് സലാഹിന്റെ മതത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്ന് അവിടുത്തെ തെരുവുകളിൽ അവിടുത്തെ യുവാക്കൾ എഴുതി വെച്ചു എന്ന് എഴുതി വെക്കുന്നുവെന്ന് നമ്മൾ മീഡിയകളിലൂടെ വായിക്കുമ്പോൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എവിടെയാണ് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതൊരു മുഹമ്മദ് സലാഹിന്റെ മാത്രം പ്രത്യേകതയല്ല. നമ്മൾ അറിയണം സഹോദരങ്ങളെ, ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഗ്രെയിം സ്മിത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്. എനിക്ക് ടെൻഷൻ വരുമ്പോ, എനിക്ക് വല്ലാതെ മാനസികമായ പിരിമുറുക്കം വരുമ്പോ ഞാൻ എൻ്റെ ഒരു സഹകളിക്കാരൻ്റെ അടുത്ത് പോയിരിക്കും, എന്നിട്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരല്പം സമയം ചെലവഴിക്കും. ആരാണെന്നോ ആ സഹകളിക്കാരൻ? ഹാഷിം അംല എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്, ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റ്സ്മാൻ ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഏത് സമയത്തായാലും അദ്ദേഹം നമസ്കാരം ഒഴിവാക്കുന്നില്ല എന്ന് മാത്രമല്ല, ടൂറുകൾ നടത്തുമ്പോ, യാത്രകൾ നടത്തുമ്പോ അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റു കളിക്കാരൊക്കെയും അവരുടെ യാത്രകളിൽ ഹെഡ്സെറ്റുകൾ വെച്ച് പാട്ടും മ്യൂസിക്കും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവരിറങ്ങിച്ചെല്ലുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗങ്ങളിലേക്ക് അവരിറങ്ങിച്ചെല്ലുമ്പോൾ ഈ ഹാഷിം അംല എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു ചെറിയ ഖുർആൻ ഉണ്ടാകും. ആ ഖുർആൻ അദ്ദേഹം തുറന്നു വെക്കും. എന്നിട്ട് ആ ഖുർആൻ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒഴിവ് സമയങ്ങളിൽ എന്ന അദ്ദേഹത്തിന്റെ ചിത്രം നമ്മൾ കാണുകയാണ്, യൂട്യൂബിലൂടെ നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ എവിടെയാണ് എന്ന് ചിന്തിക്കേണ്ടത്. തീർന്നില്ല അദ്ദേഹത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, തന്റെ ജേഴ്സിയിൽ ഹറാമായ ഒരു ചിത്രം വെക്കാത്തതിന്റെ പേരിൽ ഓരോ കളിയിലും $500 വീതം ഫൈൻ അടക്കുന്ന ലോക ചരിത്രത്തിലെ ക്രിക്കറ്റിൽ ഇടം പിടിച്ചൊരു കളിക്കാരനാണ് ഹാഷിം അംല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഞാൻ എന്തിനാണെന്നോ ഇത് പറഞ്ഞത്? കേവലം നെരിയാണിക്ക് മേലെ ഒന്നും മുണ്ടെടുക്കാൻ പറഞ്ഞാൽ പോലും അവിടെ പോലും മനസ്സ് സമ്മതിക്കാത്തവർ, ആളുകൾക്കിടയിൽ ഞാൻ ഒറ്റപ്പെടുമോ എന്ന് വിചാരിക്കുന്നവരെ, ഈ പറയുന്ന നമ്മുടെ മുന്നിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന സെലിബ്രിറ്റികളായി ജീവിച്ചിരിക്കുന്നവരിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, ഇസ്ലാമിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ച് മുസ്ലിമായി എനിക്ക് ജീവിക്കാൻ എവിടെയും കഴിയുമെന്ന് നമ്മുടെ മുന്നിൽ തെളിയിക്കുകയാണ്. മുസ്ലിം വേഷവിധാനം സ്വീകരിച്ച്, ഹിജാബ് ധരിച്ച്, മുസ്ലിം സ്ത്രീയുടെ വേഷവിധാനം ധരിച്ച് പുറത്തേക്കിറങ്ങിയാൽ നാണക്കേടാണെന്ന് വിചാരിക്കുന്ന സഹോദരിമാരുണ്ട്. അവിടെയാണ് ഒരുപാട് ലോകത്തറിയപ്പെടുന്ന വനിതകൾ
ഹിജാബ് ധരിച്ച് മുസ്ലിം വസ്ത്രധാരണ രീതി സ്വീകരിച്ച് ലോകത്ത് പല വേദികളിലും കായിക താരങ്ങളായും രാഷ്ട്രീയ വേദികളിലും ബിസിനസ് രംഗത്തും അറിയപ്പെടുന്ന ഒട്ടേറെ താരങ്ങളുണ്ട് മനസ്സിലാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം അനുസരിച്ച് മുസ്ലിമിന്റെ ഐഡന്റിറ്റി ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കുക എന്നത് ഒരിക്കലും പഴഞ്ചൻ രീതിയല്ല, മറിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗം അതാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരോടൊപ്പം കൂടാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കളിച്ചു തീർക്കാനുള്ളതല്ല, അതിന് നമുക്ക് സമയമില്ല. ആരോഗ്യമുള്ള സമയത്ത്, യുവത്വ കാലഘട്ടത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും നമ്മുടെ കഴിവുകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ പഠനത്തിനും അതിന്റെ പാരായണത്തിനും വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെച്ചേ പറ്റൂ.